അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാഹളം കൂടി മുഴങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരിടത്തെ ആരവം അവസാനിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടും അവിടെ നിന്നുള്ള ഈ അവസരങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CPM-നകത്ത് കൂട്ടലും കിഴിക്കലും ഒക്കെയാണ്. പൂമരം എങ്ങനെ നിലം പതിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എങ്ങനെ വോട്ട് കുറഞ്ഞു, UDF എങ്ങനെ ഇത്രയും വോട്ട് പിടിച്ചു എന്നുള്ളതൊക്കെയാണ് കീഴ്മേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിൻ്റെയും അലയൊലികളൊക്കെ ഇങ്ങനെ മുഴങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് പാർലമെൻറ്റ് സീറ്റിലേക്കാണത് ഉപതെരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ട് കാലം കുറച്ചായില്ലേ. മുമ്പ് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മണ്ഡലത്തിലാണ് അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങളുമായി ഡൽഹിക്ക് വണ്ടി കയറി, പിന്നീടത് അവിടെ ഒന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പായും തെറുത്ത് കെട്ടി കുഞ്ഞാപ്പ ഇങ്ങ് പോരുകയും ചെയ്തു. അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. എന്തായാലും ഇനി നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തന്നെയാണ്. അതും BJP നോട്ടമിട്ടിരിക്കുന്ന A ക്ലാസ് മണ്ഡലത്തിൽ, A ക്ലാസ്സിൽ വെച്ച് ഒന്നാമത്തേത്, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ. അപ്പോൾ ചോദിക്കും, തിരുവനന്തപുരം മണ്ഡലത്തിലെ ശശി തരൂർ ഇരിക്കുകയല്ലേ? ശശി തരൂർ ഇരിക്കുകയും നടക്കുകയും കോൺഗ്രസിനെ വിറപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്, ഈ കോൺഗ്രസ്സുകാരുടെ ബാനറിൽ നിന്ന് തന്ന MP സ്ഥാനമൊന്നും ഇനി വേണ്ട. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആകാശം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു ഗഗനചാരിയായിട്ട് മാറാൻ പോവുകയാണ്. ചിറകുകളുണ്ട്. ഈ 68-ാമത്തെ വയസ്സിലും വളരെ അനായാസം പറക്കാനുള്ള ശേഷിയും ഉണ്ട് അദ്ദേഹത്തിന്. നരേന്ദ്രമോദി ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ എത്തിക്കും. മന്ത്രിയോ സഹമന്ത്രിയോ ഒന്നും അല്ല, അല്ലെങ്കിൽ ഗവർണർ പദവിയോ ഒന്നുമല്ല, വലിയ നയതന്ത്ര സ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ആ നയതന്ത്ര സ്ഥാനം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആകാനുള്ള തലയിലെഴുത്തും ശശി തരൂരിനുണ്ട്. കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാകും. നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി മാത്രം നടത്തുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആൻ്റണി. മാർക്സിസ്റ്റ് പാർട്ടി എന്നല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് ബോധ്യമായപ്പോഴാണല്ലോ അവിടുന്ന് വണ്ടി കയറി ഇങ്ങി പോകുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് വിശ്രമം. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വരെ സ്വപ്നം കണ്ട ആളാണ്. അദ്ദേഹം പണ്ട് ഇന്ദിരാഭവനിൽ വീട്ടിൽ നിന്ന് പൊതിയും കെട്ടിയൊക്കെ പോകുന്നു, വളരെ ലാളിത്യമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ജീവിച്ചത് അത്രയും പാർട്ടിയുടെ ചെലവിൽ മാത്രമാണ്. അപ്പോൾ എന്തായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും BJP ആയിരിക്കും ഇന്ത്യ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഭരണം. അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് കുഴി വെട്ടി മൂടും. അപ്പോൾ തരൂരിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, വലിയ നയതന്ത്ര സ്ഥാനത്തേക്കൊക്കെ പോയി തിരികെ വന്നിട്ട് പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ടൊക്കെ ഇരിക്കും. അതിന് അർഹനുമാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ഇനിയിപ്പോൾ MP സ്ഥാനം അങ്ങ് രാജിവെക്കും. ഈ നയതന്ത്ര സ്ഥാനം നരേന്ദ്രമോദി വെച്ച് നീട്ടുമ്പോൾ വേണ്ട എന്ന് പറയില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. കഴിഞ്ഞ തവണ അതിശക്തമായ മത്സരം നടന്നു. രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു പ്രധാന എതിരാളി. 3-ാം സ്ഥാനക്കാരനായിട്ട് പാവം പന്നിയൻ രവീന്ദ്രനുമുണ്ട്. CPIയുടെ മണ്ഡലമാണല്ലോ. അങ്ങനെ 15,000 അതിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ നമ്മുടെ തരൂരിന് കിട്ടിയുള്ളൂ. ഇക്കുറി പ്രചാരണ വേളയിലൊക്കെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് അവസാനമായിട്ട് മത്സരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഒരിക്കൽ കൂടി ജയിപ്പിച്ചു വിടണേ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇനി മത്സരിക്കാനില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം രാജിവെച്ച് കഴിയുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ്, BJP നോട്ടമിട്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും. രാജീവ് ചന്ദ്രശേഖർ 2024 തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടായി എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് വണ്ടി കയറിപ്പോയില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്.
BJP സംസ്ഥാന അധ്യക്ഷനാക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുകൊണ്ട്, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വരികയാണ്. കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ പ്രകടനം നടത്തണം. അതിനുവേണ്ടി തുടർന്ന് 26-ൽ കേരളത്തെ ഞെട്ടിക്കണം എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് നീങ്ങുന്നത്. അതിനിടയ്ക്കായിരിക്കും ഇപ്പം ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്നത്. അങ്ങനെ ശശി തരൂർ ഇനി മാറുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് വലിയ അങ്കലാപ്പാണ്. കാരണം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് MP സ്ഥാനം രാജിവെക്കുമ്പോൾ ഉള്ള ഒരു സീറ്റ് അങ്ങ് പോവുകയാണ്. ആരെ നിർത്തും? വല്ല കുറ്റിച്ചൂലിനെ ഒന്നും പിടിച്ചുകൊണ്ട് നിർത്തിയാൽ ശരിയാകത്തില്ല. കാരണം തരൂർ മത്സരിച്ച ഇടത്ത് തരൂരിനോട് പകരം വീട്ടാനായിട്ട്, തരൂരിന് തുല്യനായിട്ട്, അല്ലെങ്കിൽ തരൂരിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ആരെയെങ്കിലും കൊണ്ടുവന്ന് ഈ മണ്ഡലം നിലനിർത്തിയാൽ തരൂരിനോട് പകരം വീട്ടാമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. അതിന് ആരുണ്ട് കോൺഗ്രസിനകത്ത്? കോൺഗ്രസ്സുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് ആരുണ്ട് എന്ന്. അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് തന്നെ ഒരു മത്സരം നടത്തുന്നവരാണ് കോൺഗ്രസ്സുകാർ. തരൂരിന് മുകളിൽ നിൽക്കുന്ന ആരുമില്ല കോൺഗ്രസ്സിൽ യഥാർത്ഥത്തിൽ. തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ എഴുതിയ ഇംഗ്ലീഷ് ലേഖനം ആരെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവരെ കൊണ്ട് വായിച്ച് കേൾപ്പിക്കുക മറ്റുള്ളവർക്ക് എല്ലാവർക്കും, അപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാകും. അങ്ങനെ തരൂരാവുന്ന വിധമൊക്കെ പരിഹസിച്ചിട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ തരൂരിനോടൊപ്പം നിൽക്കുന്ന ആരുമില്ല തരൂരിന് പകരമായിട്ട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനായിട്ട്. എന്നാലും പിന്നീട് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് എല്ലായ്പ്പോഴും കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ട് വരുന്ന നമ്മുടെ കരുണാകരപുത്രനായ K. മുരളീധരനാണ്. മുരളീധരൻ പിന്നെ എന്ത് ഏറ്റെടുക്കും? വട്ടിയൂർക്കാവിൽ വലിയ വിജയം നേടി വട്ടിയൂർക്കാവുകാരുടെ പ്രിയങ്കരനായി, മുരളീധരൻ്റെ പ്രിയങ്കര മണ്ഡലമായി വട്ടിയൂർക്കാവ് നിൽക്കുമ്പോഴാണ് പറഞ്ഞത് വടകരയിലേക്ക് വണ്ടി കയറിക്കൊള്ളാൻ. നിന്ന നിപ്പിൽ ഉടുതുണിക്ക് മറുതുണിയൊന്നും ഇല്ലാതെ അപ്പോൾ തന്നെ വണ്ടി കയറി വടകരയിൽ ചെന്ന് P. ജയരാജനെ അടിച്ച് വീഴ്ത്തി. കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. P. ജയരാജൻ തോൽക്കുന്നത് കാണാൻ കാരണഭൂതനും നോക്കിയിരിക്കുകയായിരുന്നു. വടകര കയ്യിലെടുത്തു. അവിടുത്തെ മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അപ്പം ഈ എന്തോ ഒരു കോൺഗ്രസിൻ്റെ പാർട്ടിയിലെ ഒരു യോദ്ധാവിനെ പോലെയാണ് ഇങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിളിച്ചു. നേമത്ത് വന്ന് BJPയെ എയ്ത് വീഴ്ത്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ BJPയെ വീഴ്ത്താനായിട്ട് വടകരയിൽ നിന്ന് വണ്ടി കയറി നേമത്തിറങ്ങി. അങ്ങനെ നേമത്ത് കൊണ്ടുവന്ന് ഇറക്കി. BJPക്കാരുടെ നല്ല ഗുണം കൊണ്ട് എന്തുപറ്റി? കയ്യിലിരുന്ന സീറ്റ് അങ്ങ് പോവുകയും ചെയ്തു. കൂടുതൽ പിടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഉത്തരത്തിലിരുന്ന് എടുക്കാനും കഴിഞ്ഞിരുന്നില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലായി BJP. മുരളീധരനും അതിൽ വലിയൊരു റോൾ ഉണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വടകരയിലോട്ട് ചെന്നു. വടകരയിൽ ചെന്ന് 2024 വീണ്ടും ഒരുക്കം തുടങ്ങി. പോസ്റ്ററൊക്കെ അടിച്ച് ചുവരെഴുത്ത് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ വെച്ച് നിർത്തിയിട്ട് വടകരയിൽ നിന്ന് അടുത്ത ട്രെയിനിന് തന്നെ തൃശ്ശൂർക്ക് വിട്ടോളാൻ പറഞ്ഞു. നേരെ തൃശ്ശൂർക്ക് വന്നു. സുരേഷ് ഗോപിയെ അടിച്ച് തറ പറ്റിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ചെന്നിട്ട് എന്ത് പറ്റി? കോൺഗ്രസ്സുകാർ തന്നെ കാലുവാരി എന്നാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിപ്പോയി. ഇനിയിപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം വട്ടിയൂർക്കാവ് തന്നെ ഇനിയും തനിക്ക് മത്സരിക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ തിരുവനന്തപുരത്തോട്ട് തന്നെ വിടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ BJPയിൽ നിന്ന് വരുമ്പോൾ രാജീവിനെ തളയ്ക്കാനെന്നുള്ള മട്ടിലാണ് K. മുരളീധരൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിശക്തമായ ഒരു മത്സരമായിരിക്കും. CPIയുടെ ആരാണെന്നൊന്നും അറിയത്തില്ല. CPI അവസാനമാകുമ്പോൾ ആരെയെങ്കിലും കൊണ്ടുവന്ന് അവിടെ നിർത്തും. നിർത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ തവണ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും തരൂരിൻ്റെയും ഇടയിൽപ്പെട്ട് പാവം പന്നിയൻ രവീന്ദ്രൻ ഞെരുങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തെ ആ മുടിയിൽ പിടിച്ച് ആരോ വലിച്ച് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു പൊരിഞ്ഞ പോരാട്ടമായിരിക്കും തിരുവനന്തപുരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക.